നാളെ 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 നാളത്തെ പ്രഭാതം ഇന്ത്യ എന്ന പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിനെ ഇനിയുള്ള 5 വർഷം ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്നറിയാൻ പോകുന്ന നാളത്തെ പ്രഭാതം. ആ പ്രഭാതത്തിലേക്ക് കണ്ണും നട്ടായിരിക്കും ഈ രാത്രിയിൽ വോട്ട് ചെയ്ത 64 കോടി 20 ലക്ഷം വോട്ടർമാരും ഉറങ്ങാൻ കിടക്കുക. ഒരുപക്ഷേ ഇന്നത്തെ ഈ രാത്രിയിൽ കടത്തിണ്ണയിലും ചേരികളിലും മുതൽ ആഡംബര ഫ്ളാറ്റുകളിലെ പതുപതുത്ത കിടക്കകളിൽ വരെ കിടന്നുറങ്ങാൻ പോകുന്നവർ നാളത്തെ പ്രഭാതം അവർക്കായി കാത്തുവെച്ചിരിക്കുന്നത് ഏത് ഭരണാധികാരിയെ ആയിരിക്കുമെന്ന് ഓർക്കുമോ? വോട്ട് ചെയ്ത് കഴിഞ്ഞതോടെ ജനാധിപത്യത്തിൽ വീണ്ടും എടുക്കാച്ചരക്കുകളായി മാറിക്കഴിഞ്ഞ ജനം ഇനി വോട്ട് കിട്ടി അധികാരം നേടിയവരുടെ ദയാവായ്പിന് വേണ്ടി കാത്തുകിടക്കുന്ന അതേ പഴയ പ്രജകളായി മാറുമോ? 5 വർഷം ഭരിച്ചവർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോൾ പ്രവാചകർ പ്രവചിച്ചത് കേട്ട് കോരിത്തരിച്ച BJP NDA അനുഭാവികൾ പ്രതീക്ഷയോടെയായിരിക്കും ഈ രാത്രി വെളുപ്പിച്ചെടുക്കുക. മറുവശത്ത് ഇന്ത്യ സഖ്യമാകട്ടെ, അതിലുള്ള LDF ആകട്ടെ, പ്രവാചകരുടെ പ്രവചനങ്ങളിലെ പരാജയ സാധ്യതയോർത്ത് ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമോ? മോദി വീണ്ടും അധികാരത്തിൽ വന്നാലും കോൺഗ്രസും ഇടതുപക്ഷവും തോറ്റാലും കേരളത്തിൽ താമര വിരിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരപ്പെടുന്ന പുരോഗമന മതേതര ജനാധിപത്യ വിശ്വാസികളെന്ന് സ്വയം അഭിമാനപ്പെടുന്നവർക്കും ഈ രാത്രി ഉറങ്ങാൻ കഴിയുമോ? അതോ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചുടുചുവപ്പൻ ചിഹ്നം നഷ്ടപ്പെട്ട് CPM-ന് ദേശീയ പാർട്ടി എന്ന പദവി പോലും പൊയ്പോകുമോ? കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ പടപടാമിടിക്കുന്ന ചങ്കൊച്ചകളാണ് ഈ രാത്രിയുടെ പെരുമ്പറ മുഴക്കം. ഇതൊന്ന് ശമിക്കാൻ നാളെ രാവിലെ 11-12 മണിയെങ്കിലും ആവണം. എന്തായാലും വോട്ടെടുപ്പിന് മുൻപ് ചെറുതായി കുറച്ച പെട്രോൾ ഡീസൽ വിലകളുടെ ആനുകൂല്യത്തിന് ഇനി ആയുസ് കുറയാനേ സാധ്യതയുള്ളൂ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വാഹനങ്ങളിൽ ഫുൾ ടാങ്ക് അടിച്ചുകൊള്ളുക. പാചകവാതക സിലിണ്ടറുകൾ ഒഴിഞ്ഞുവെങ്കിൽ നാളെ തന്നെ ഇപ്പോഴത്തെ നിരക്കിൽ അടിച്ചുകൊള്ളുക. കാരണം വോട്ടിംഗ് യന്ത്രത്തിലേക്ക് പതിയും വരെയേ ജനതയുടെ വോട്ടിന് വിലപേശൽ ശക്തിയുള്ളൂ.